ശ്രീ സീതാരാമചന്ദ്രാഭ്യാം നമോ നമ. ഓം ശ്രീ സീതാ ലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമൽ സമേതായ ശ്രീരാമചന്ദ്രായ നമ. ഓം ശ്രീ സീതാരാമചന്ദ്രാഭ്യാം നമോ നമ. ശ്രീ ഹനുമൽ സ്വാമിക്ക് ജയ്. ഓം ഹരിശ്രീ ഗണപതയെ നമ. അവിഘ്നമസ്തു. ഓം ശ്രീമദ് വാൽമീകി രാമായണം കഥ പറയാൻ ഉദ്ദേശിക്കുന്നു. എല്ലാ ഭക്തന്മാർക്കും നമസ്കാരം. അത് ശ്രവിക്കണം എന്ന് താല്പര്യപ്പെടുന്നു. ശ്ലോകങ്ങൾ ഏതെങ്കിലും ചിലത് ചിലപ്പോൾ ചൊല്ലിക്കൂടാകില്ല. 24,000 ശ്ലോകങ്ങളുണ്ട്. അപ്പോൾ അതെങ്ങനെയൊക്കെയാണ് വേണ്ടതെന്നുള്ളത് അപ്പളേക്കപ്പളെ തോന്നുന്ന ചെയ്യുക എന്നുള്ള രീതിയിലാണ്. മുഴുവൻ വായിക്കണോ വേണ്ടോ എന്നുള്ള അറിയില്ല. ആരെങ്കിലും ആവശ്യപ്പെടുക വെച്ചാൽ മുഴുവനായിട്ട് വായിക്കാം. അല്ലെങ്കിൽ കഥ മാത്രം പറയാനുള്ളൊരു ഉദ്ദേശമാണ്. നോക്കി വായിക്കുക എന്നുള്ള നിലയ്ക്കാണ് ഞാൻ സാധാരണ അത്രേ പതിവുള്ളൂ. ആ രീതിയിൽ നമുക്കത് കഥ മുഴുവനായിട്ട്, വാൽമീകി രാമായണം കഥ മുഴുവനായിട്ട് കിട്ടാവുന്ന രീതിയിൽ പറയാം. 24,000 ശ്ലോകങ്ങൾ, അത് 7 കാണ്ഡങ്ങളിലായിട്ട് രാമായണം പറയണു. ആദ്യത്തെ ബാലകാണ്ഡം, ആ ബാലകാണ്ഡത്തിൽ ആദ്യത്തെ അധ്യായത്തിൽ സർഗം ആണ്. ആ സർഗത്തിൽ രാമായണ കഥ ചുരുക്കി മൊത്തം അങ്ങോട്ട് പറയും. അവിടുന്ന് അങ്ങോട്ട് രാമായണത്തിൻ്റേതായതും അതിലെ കഥകൾ, ഉപകഥകൾ ഒക്കെ ധാരാളമുണ്ട്. വിവരങ്ങളും ധാരാളമുണ്ട്. പോയിൻറ്റ്സ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതാണല്ലോ. അപ്പം അത് കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാവരും ഈ കഥ പറച്ചിലിനെ, കഥ പറയല്ല, നോക്കി വായിക്കുകയാണ്. വായിക്കുമ്പോൾ പറയണ രീതിയിലാണ് പറയാത്രേ ഉള്ളൂ. പക്ഷേ മുഴുവനായിട്ട് കേൾക്കാൻ സാധിക്കും. ഓം ശുക്ലാംബരധരം ദേവം ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേൽ സർവവിഘ്നോപശാന്തയേ. വാഗീശാദ്യ സുമനസ സർവാർത്ഥാനാമുപക്രമേ യം നത്വാ കൃതകൃത്യാസ്യു തന്നമാമി ഗജാനനം. ആപദാമപഹർത്താരം ദാതാരം സർവസമ്പദാം ലോകാഭിരാമം ശ്രീരാമം ഭൂയോ ഭൂയോ നമാമ്യഹം. ഓം വൈദേഹീ സഹിതം സുരദ്രുമതലേ ഹൈമേ മഹാമണ്ഡപേ മധ്യേ പുഷ്പകമാസനെ മണിമയേ വീരാസനെ സംസ്ഥിതം അഗ്രേ വാചയതി പ്രഭഞ്ജനസുതേ സത്വം തത്വം മുനിഭ്യഃ പരം വ്യാഖ്യാതം ഭരതാദിഭിഃ പരിവൃതം രാമം ഭജേ ശ്യാമളം. വാമേ ഭൂമിസുതാ പുരസ്തു ഹനുമാൻ പശ്ചാൽ സുമിത്രാസുതാ ശത്രുഘ്നോ ഭരതശ്ച പാർശ്വദളയോർവായുവാദികോണേഷു ച സുഗ്രീവശ്ച വിഭീഷണശ്ച യുവരാട് താരാസുതോ ജാംബവാൻ മധ്യേ നീലസരോജകോമളരുചിം രാമം ഭജേ ശ്യാമളം. രാമം രാമാനുജം സീതാം ഭരതം ഭരതാനുജാം സുഗ്രീവം വായുസൂനും ച പ്രണമാമി പുനഃ പുനഃ. നമോസ്തു രാമായ സലക്ഷ്മണായ ദേവ്യൈ ച തസ്യൈ ജനകാത്മജായൈ. നമോസ്തു രുദ്രേന്ദ്രയമാനിലേഭ്യോ നമോസ്തു ചന്ദ്രാർക്കമരുദ്ഗണേഭ്യ. ഓം. ഇതിൻ്റെ ഫലം എല്ലാവർക്കും കിട്ടാനായിട്ട് ഫലശ്രുതി എന്ന നിലയ്ക്ക് പറയുന്നു. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം ലോകാ സമസ്താ സുഖിനോ ഭവന്തു. കാലേ വർഷതു പർജന്യ പൃഥിവീ സസ്യശാലിനി ദേശോയം ക്ഷോഭരഹിതോ. ബ്രാഹ്മണാ സന്തു നിർഭയാ അപുത്രാ പുത്രിണ സന്തു പുത്രിണ സന്തു പൗത്രിണ അധനാ സധനാ സന്തു ജീവന്തു ശരദാം ശതം. ചരിതം രഘുനാഥസ്യ ശതകോടി പ്രവിസ്തരം ഏകൈകമക്ഷരം പ്രോക്തം മഹാപാതകനാശനം. ശൃണ്വൻ രാമായണം ഭക്ത്യാ യഃ പാദം പദമേവ വാ സയാതി ബ്രഹ്മണസ്ഥാനം ബ്രഹ്മണാ പൂജ്യതേ സദാ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പദയേ നമഃ. യന്മംഗളം സഹസ്രാക്ഷേ സർവദേവ നമസ്കൃതേ വൃത്രനാശേ സമഭവൽ തത്തേ ഭവതു മംഗളം. യന്മംഗളം സുവർണസ്യ വിനതാ കൽപ്പയത്പുരാ അമൃതം പ്രാർത്ഥയാനസ്യ തത്തേ ഭവതു മംഗളം. മംഗളം കോസലേന്ദ്രായ മഹനീയ ഗുണാത്മനെ ചക്രവർത്തി തനൂജായ സാർവഭൗമായ മംഗളം.
അമൃതോത്പാദനേ ദൈത്യാൻ ഘ്നതോ വജ്രധരസ്യേത് അതിഥിർമംഗളം പ്രാതാൽ തത്തേ ഭവതു മംഗളം ത്രീൻ വിക്രമാൻ പ്രക്രമതോ വിഷ്ണോരമിത തേജസ യദാസീൻ മംഗളം രാമ തത്തേ ഭവതു മംഗളം ഋഷയ സാഗര ദ്വീപ വേദ ലോക ദിശശ്ചതേ മംഗളാനി മഹാബാഹോ വിശന്തു തവ സർവദാ കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയേ തത്. ശ്രീ ഗുരുവായൂരപ്പ. ഓരോ കാണ്ഡങ്ങൾക്കും ഋഷി, ദേവത, അതുപോലെ ഛന്ദസ്സൊക്കെ ഉണ്ട്. ഇവിടെ ബാലകാണ്ഡമാണ് നമ്മൾ തുടക്കം പറയണത്. അതിൽ ഛന്ദസ് പറയണത് ഓം അസ്യ ശ്രീ ബാലകാണ്ഡ മഹാമന്ത്രസ്യ ഋഷ്യശൃംഗ ഋഷി അനുഷുപ് ഛന്ദ ദാശരഥി പരമാത്മാ ദേവത രാം ബീജം നമശക്തി രാമായ ഇതി കീലകം ശ്രീരാമപ്രീത്യർത്ഥേ ബാലകാണ്ഡ പാരായണേ വിനിയോഗ. ഓം ഓം സുപ്രസന്ന ശാന്തമന സത്യസന്ധോ ജിതേന്ദ്രിയ ധർമ്മജ്ഞോ നയസാരജ്ഞോ രാജ ദാശരഥിർജയീ. രാമനെ സ്മരിച്ചുകൊണ്ട് നമുക്ക് രാമായണത്തിലേക്ക് നേരിട്ട് കടക്കാം. ശ്രീ ഗുരുവായൂരപ്പ. ഓം നമോ നാരായണായ നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ നമ. ശ്രീ ഗുരുവായൂരപ്പ. നാരായണ 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 നാരായണ. ഓം. എൻ്റെ തുടക്കത്തിൽ ആദ്യത്തെ ഒരു 1-2 ശ്ലോകങ്ങൾ വായിക്കാം. എന്താ സന്ദർഭം എന്നുള്ളത് സ്മരിക്കുക, അത്രയേ ഉള്ളൂ. ഓം തപ സ്വാധ്യായ നിരതം തപസ്വി വാഗ്വിദാംബരം നാരദം പരിവപ്രച്ഛ വാൽമീകിർ മുനിപുംഗവം കോന്വസ്മിൻ സാമ്പ്രതം ലോകേ ഗുണവാൻ കശ്ച വീര്യവാൻ ധർമ്മജ്ഞശ്ച കൃതജ്ഞശ്ച സത്യവാക്യോ ദൃഢവ്രത ചാരിത്രേണ ച കോ യുക്ത സർവഭൂതേഷു കോ ഹിത വിദ്വാൻ ക സമർത്ഥശ്ച കശ്ചൈക പ്രിയദർശന ആത്മവാൻ കോ ജിതക്രോധോ ദ്യുതിമാൻ കോ അനസൂയക കസ്യ ബിഭ്യതി ദേവാശ്ച ജാതരോഷസ്യ സംയുഗേ ഏതദിച്ഛാമ്യഹം ശ്രോതും പരം കൗതൂഹലം ഹി മേ മഹർഷേ ത്വം സമർത്ഥോസി ജ്ഞാതുമേവം വിധം നരം. നാരദം പരിപപ്രച്ഛ വാൽമീകി എന്നാണ്. നാരദൻ വാൽമീകിയോട് കഥ പറയുന്ന രീതിയിലാണ് രാമായണം. വാൽമീകി നാരദനോട് സംശയം ചോദിക്കണു, നാരദൻ ഉത്തരം പറയണു. അവിടെ നാരദ മഹർഷി എല്ലാ അർത്ഥത്തിലും എന്നും എല്ലാവർക്കും എന്താണോ വേണ്ടത് അത് ചെയ്തു കൊടുക്കുന്ന ഒരു ഭാവമാണ്. അപ്പോൾ ആ മഹർഷിയെ സ്തുതിച്ചുകൊണ്ടാണ് തുടക്കം. ആ മഹർഷി ഇപ്രകാരം, ഈ ദേവർഷിയാണ് നാരദൻ. ആ ദേവർഷി ഈ ആദി കവിയായിട്ടുള്ള വാൽമീകിയോട് ഇപ്രകാരത്തിൽ കഥ പറഞ്ഞു. ഇതാണ് അതിൻ്റെ തുടക്കം. ഇപ്പോൾ ഇവിടെ തപസ്സിൽ, വേദാധ്യയനത്തിൽ സദാസമയത്തും മുഴുകിയിരിക്കുക. നമ്മളൊക്കെ നമ്മുടെ രാവിലത്തെയോ അല്ലെങ്കിൽ വൈകുന്നേരത്തെയോ കുറച്ച് നേരം അതിൽ മുഴുകിയിരിക്കും. അത് കഴിഞ്ഞാൽ ബാക്കിയുള്ള സമയമൊക്കെ മറ്റ് കാര്യങ്ങളിൽ മുഴുകിയിരിക്കും. പ്രധാനമായിട്ടും സാധാരണ ലൗകിക ജീവിതത്തിലേക്ക് വേണ്ട ധനസമ്പാദനം തൊട്ടുള്ള കാര്യങ്ങൾ ചെയ്യും. പിന്നെ കുറേ സുഖിക്കുക എന്ന നിലയ്ക്ക് ഊണ് കഴിക്കാനായാലും അതേപോലെ മറ്റ് സുഖങ്ങൾ പലതുമുണ്ട്, അതെല്ലാം സ്വീകരിക്കുന്നു. രാത്രി ഉറങ്ങിയിട്ടും കഴിയണം. അപ്പോൾ ഇവിടെ അങ്ങനെയല്ല. തപസ്, വേദാധ്യയനം, അങ്ങനെ ഭഗവത് പരമായിട്ട് ചിന്തിക്കുക, പ്രവർത്തിക്കുക, 3 ത്രികരണങ്ങളും അങ്ങനെയാണ്. അതേപോലെ വാഗ്മികളിൽ ഉത്തമനുമായിട്ടുള്ള നാരദനോട് തപസ്യായിട്ട് വാൽമീകി മഹർഷി ചോദിച്ചു, ഈ ലോകത്തിൽ ഗുണവാനായിട്ട്, വീര്യവാനായിട്ട്, ധർമ്മജ്ഞനായിട്ട്, കൃതജ്ഞനായിട്ട്, സത്യവാക്കായിട്ട്, ദൃഢവ്രതനായിട്ട്
ചാരിത്രയുക്തനായിട്ട്, എല്ലാവർക്കും ഹിതനായിട്ട്, വിദ്വാനായിട്ട്, സമർത്ഥനായിട്ട്, ഏവർക്കും പ്രിയപ്പെട്ടവനായിട്ടുള്ള ആ മഹാനായിട്ടുള്ള നരൻ ആരാണ്? ആത്മവാനാവണം, ആത്മജ്ഞാനിയാവുക. അതുപോലെ ക്രോധത്തെ ജയിച്ചവൻ, പിന്നെ പ്രകാശം, സ്വയമേവ സ്വപ്രകാശസ്ഥിതൻ എന്നൊരു ഭാവമുണ്ട്. നമുക്കൊക്കെ ഉണ്ടത്, പക്ഷെ നമുക്കത് അത്ര പറ്റുന്നില്ല, അത്രയേ ഉള്ളൂ. ലൗകിക കാര്യങ്ങളിൽ ചിന്ത ഉണ്ടായതുകൊണ്ട് അതിലത്ര പറ്റില്ല. അതുകൊണ്ടാണ് ഒരു അസൂയയില്ലാതെ കണ്ട് യുദ്ധം ചെയ്യുന്ന സമയത്ത് പോലും കോപമില്ല. പക്ഷേ എങ്കിലും കൃത്രിമമായിട്ടൊരു കോപത്തെ കാണിച്ചു. ദേവന്മാർ കൂടി പേടിക്കുകയും ചെയ്തു. അതാണ് ശ്രീരാമൻ. അപ്പം ഇങ്ങനെ നരന്മാര് പ്രമുഖൻ ആര് എന്ന് കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അത് അങ്ങയെ പോലെയുള്ള ഒരു ഭക്തൻ പറയുമ്പോൾ അതിനൊരു ചില കൗതുകം ഉണ്ടാവും. അത് കേൾക്കാൻ എനിക്ക് കുതൂഹലമുണ്ട്, ജിജ്ഞാസയുണ്ട്. ഇങ്ങനെ പ്രധാനിയായിട്ടുള്ള പുരുഷൻ, നരൻ, മനുഷ്യൻ ആര് എന്ന് ചോദിച്ചു. അപ്പം അതിന് ഉത്തരം പറയാനായിട്ട് അത് കേട്ട് കഴിഞ്ഞപ്പോൾ നാരദ മഹർഷി ദേവർഷി പറയാണ്, വളരെ സന്തോഷത്തോടു കൂടിയിട്ട് കേട്ടോളൂ കേട്ടോ എന്ന് പറയാൻ. വാൽമീകി ഇനി ഒരു വലിയ ഗ്രന്ഥം രചിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ശ്രീരാമ വൃത്താന്തം മുഴുവൻ ശിവൻ ശ്രീപാർവതിയോട് പറയുന്ന പോലെ ഇവിടെ ദേവർഷി നാരദൻ വാൽമീകിയോട് പറയാണ്. അങ്ങ് വിവരിച്ചുള്ള അതിദുർലഭ ഗുണങ്ങളോട് കൂടിയ ഒരാളെ പറ്റി മാത്രമേ നമുക്ക് പറയാനുള്ളൂ. അത് ഇക്ഷ്വാകു വംശത്തിൽ പിറന്ന, എല്ലാവരും രാമൻ എന്ന് വിളിക്കുന്ന, അത്ര യശസ്സാണ് രാമനാമത്തിന്. അങ്ങനെ നിയതാത്മാവ്, സ്വയം നിയന്ത്രിക്കാൻ കഴിവുള്ള, മഹാവീര്യവാനായിട്ടുള്ള, സ്വയം പ്രകാശിതനായിട്ടുള്ള, എപ്പോഴും പ്രവൃത്തി ചെയ്യുന്നതായിട്ടുള്ള ധൃതി, ശതധൃതിയില്ലേ, ബ്രഹ്മാവ് ശതധൃതിയാണ്, മഹാദേവൻ ധൃതവ്രതനാണ് എന്ന കൂട്ടത്തിൽ 2 ഗുണമുണ്ട്. അങ്ങനെയുള്ള ഈ ശ്രീരാമൻ ഇന്ദ്രിയ ജയം നേടിയതായിട്ടുള്ള, ബുദ്ധിമാനായിട്ടുള്ള, നീതിമാനായിട്ടുള്ള, വാഗ്മിയായിട്ടുള്ള, ശ്രീമാനായിട്ടുള്ള, ശത്രുനാശകനായിട്ടുള്ള ഈശ്വരൻ തന്നെയായിട്ടുള്ള ശ്രീരാമൻ. അതേപോലെ ശരീരത്തെക്കുറിച്ച് പറയാണ്. വിശാലമായിട്ടുള്ള തോള്, ആജാനുബാഹു, ശംഖ് കഴുത്ത്, പിന്നെ വലിയ താടി, അതേപോലെ വിശാലമായ വക്ഷസ്, മാറിടം, പിന്നെ ഈ എല്ലുകൾ, നമ്മുടെയൊക്കെ എല്ലുകൾ ഇങ്ങനെ കാണും സ്വതവേ. അപ്പോൾ എല്ലുകൾ കാണാത്ത ഒരു ഭാവം, ഇത് ഈശ്വര ചൈതന്യ. എല്ലുകൾ കാണാതെ ആവണമെങ്കിൽ ശരീരത്തിൽ നീരുണ്ടായാലും എല്ല് കാണില്ല, കൊഴുപ്പ് അധികമായിട്ട്, മേധസ് അധികമായിട്ട്, അങ്ങനെ ആയാലും എല്ല് കാണില്ല. ചില രോഗങ്ങളെ കൊണ്ട് എല്ല് കാണില്ല. ഇത് ദൃഢപേശികളെ കൊണ്ട്, ദൃഢമായിട്ടുള്ള മാംസത്തെ കൊണ്ട്, അസ്ഥി, മാംസം, രക്തം, അന്നം അല്ലെങ്കിൽ അമൃതം, അങ്ങനെയാണ് ജീവൻ്റെ, പ്രാണൻ്റെ ഒരു സ്ഥിതി അങ്ങനെയാണ്. കൃതയുഗത്തിൽ ഇത് അസ്ഥിയിലാണ് പ്രാണൻ വരിക. ത്രേതായുഗമാകുമ്പോഴേക്കും മാംസത്തിലാണ്, ദ്വാപരത്തിലാകുമ്പോഴേക്കും മറ്റേ രക്തത്തിലായി, കലികാലത്തിൽ അത് ഈ പുറത്താണ്, അതായത് അന്നത്തിലാണെന്നർത്ഥം. അമൃതത്തിലായ സസ്യജാലങ്ങളിലോ എന്തിലാച്ചായാലാണ്, ഗോരസത്തിലൊക്കെയാണ്. ശരിക്കും അന്നജം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സസ്യജാലമാണ്, അതിൽ നിന്ന് കിട്ടണം. അങ്ങനെ ആയാൽ മാത്രമേ അത് നിലനിൽക്കുള്ളൂ. ഇങ്ങനെയുള്ള ഈ മാംസം, എല്ല് കാണാത്ത രീതിയിൽ, അതേപോലെ ശരിയായിട്ടുള്ള ഉയരം, അതിന് അനുപാതം അനുസരിച്ചുള്ള അംഗവിന്യാസങ്ങൾ, നീളമുള്ള കണ്ണ്, നീളമുള്ള പുരികം, നീളമുള്ള മൂക്ക്, തടിച്ച് കോർത്ത് വിടർന്നതായിട്ടുള്ള കുഴിയാത്ത മൂക്കാണ്. കൂർത്ത ആ മൂക്ക് വിടർന്ന് കാണാൻ തന്നെ വലിയൊരു ഭംഗിയാണ്. അതേപോലെ മിനുസമുള്ള കവിള്, അതിലൊരു നുണക്കുഴി, ഇങ്ങനെയൊക്കെയുണ്ട്. എല്ലാവരുടെയും എല്ലാ പരാതികളും കേൾക്കുക എന്ന ഭാവത്തിലുള്ള, ഒട്ടും പുറമേക്ക് പിന്നാക്കം പോവില്ല, അങ്ങനെയുള്ള ചെവി, അങ്ങനെ പലതുണ്ട്. അങ്ങനെയുള്ള ലക്ഷ്മിവാനായിട്ടുള്ള, പ്രതാപവാനായിട്ടുള്ള, അത്യധികം സൗന്ദര്യമുള്ള, ശുഭലക്ഷണമുള്ളതായിട്ടുള്ള, ധർമ്മജ്ഞനായിട്ടുള്ള, സത്യസന്ധൻ, പ്രജാഹിതരഥൻ, എല്ലാവർക്കും എന്നും ഹിതം മാത്രം ചെയ്തു കൊടുക്കുക, പുത്രനെ പോലെ എല്ലാവരെയും കാണുക, അങ്ങനെയാണ്.
യശസ്വിയാണ്, ജ്ഞാനസമ്പന്നനാണ്, ശുദ്ധമായിട്ടുള്ള പെരുമാറ്റമാണ്, ആകർഷകമാണ്, ആശ്രിത രക്ഷകനാണ്, പ്രജാപതിക്ക് തുല്യത, നരനായതുകൊണ്ടാണ് അങ്ങനെ പറയാനുള്ള കാരണം. അപ്പോൾ ഋഷിത്വം ഉണ്ടെന്ന് സാരം. ഇപ്പം മരീചി, അത്രി, അങ്കിരസ, പുലസ്ത്യ, പുലഹ, ക്രതു അവരൊക്കെ പ്രജാപതിമാരാണ്. ദക്ഷനും പ്രജാപതിയാണ്. ദക്ഷനായപ്പോഴേക്കും രാജാവായി. എന്ന കൂട്ടത്തിൽ ഇവിടെ രാജാവുമാണ്, ഋഷിതുല്യനാണ്. അങ്ങനെയുള്ള ശ്രീരാമൻ. പിന്നെ ശത്രുക്കളെ മുഴുവൻ ജയിക്കുക, ശത്രുത ഇല്ല എന്ന് സാരം. ജീവലോകത്തിൻ്റെ ധർമ്മങ്ങളുടെ മുഴുവൻ രക്ഷിതാവാണ്. സ്വധർമ്മ പാലകനാണ്, സ്വജന രക്ഷകനാണ്, വേദാംഗ തത്വജ്ഞനാണ്, ധനുർവേദ പാരംഗനാണ്. അറിവ് തരുന്നത് 19 ശാസ്ത്രങ്ങളുണ്ട്, എല്ലാം കൂടിയിട്ട്. വേദമായാലും പുരാണമായാലും ഇതിഹാസമായാലും ശാസ്ത്രമായാലും ഉപനിഷത്തായാലും ഇനിയിപ്പോൾ നമ്മൾ ഈ നാരായണീയം തൊട്ടതായാലും എന്ന് സാരം. അതൊക്കെ അതിൽപ്പെട്ടതാണ്. രാമായണം, നാരായണീയം, മഹാഭാരതം ഒക്കെ, ഗീത, ദേവി മഹാത്മ്യം, ഇങ്ങനെയല്ലേ എന്തെല്ലാം നമ്മൾ ചെയ്യാറുണ്ട്. അത് മുഴുവൻ അറിവുകളാണ്. അതൊക്കെ പൂർണ്ണമായാലാണ് ഈ മുക്തി കിട്ടുള്ളൂ. അതിൻ്റെ ആത്യന്തികം എങ്ങനെയാ വെച്ചാൽ എല്ലാ അറിവുകളെയും ഒടുക്കം ഉപേക്ഷിച്ച് കൊണ്ട് മുക്തി നേടാൻ സാധിക്കുമെന്നാണ്. പിന്നെ അറിവ് വേണ്ട. കാരണം സർവം ഓം എന്നുള്ള ശബ്ദബ്രഹ്മത്തിലേക്ക് അങ്ങോട്ട് അന്വയിക്കുക. അപ്പോൾ പിന്നെ വേറൊരു ജ്ഞാനത്തിൻ്റെ ആവശ്യമില്ലല്ലോ. അതാണ്. ഇങ്ങനെ എല്ലാ ശാസ്ത്രങ്ങളും അറിയാവുന്നതായിട്ടുള്ള ശ്രുതി സ്മൃതികളും അറിയുന്ന, സ്മൃതികൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. വേദങ്ങളെ പഠിച്ച് അതിൻ്റെ സാരം, ഓരോ വീക്ഷണകോണ് വ്യത്യാസമുണ്ട്. അതാണ് മനു ആയാലും മറ്റേ വ്യാസനായാലുള്ള വ്യത്യാസം. അനവധി സ്മൃതികളുണ്ട്. യാജ്ഞവൽക്കനായാലും ഈ പ്രജാപതിമാരൊക്കെ സ്മൃതികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊക്കെ ഓരോ വേദത്തിലെയും ഞാൻ ഇതാണ് ഈ വേദത്തിൽ നിന്നും കണ്ടത്, ഈ സൂക്തത്തിൽ നിന്നും കണ്ടത്, ഈ ഋക്കുകളിൽ നിന്നും കണ്ടത്, ഇങ്ങനെയാണ്. അങ്ങനെ പ്രതിഭാധനനായിട്ടുള്ള, സർവലോക പ്രിയനായിട്ടുള്ള, സജ്ജനം ആയിട്ടുള്ള, ഭക്തനായിട്ടുള്ള ശ്രീരാമനും ഭക്തനാണ്. മഹാദേവന്റെ ഭക്തനാ ശ്രീരാമൻ. അങ്ങനെയാണ്. അതേപോലെ അധീനത്വം ഉണ്ട്. അധീനത, എല്ലാവരെയും കീഴിലാക്കാനുള്ളൊരു കഴിവുണ്ട്. മേധാശക്തി. അതേപോലെ മനഃശക്തി, എല്ലാം നിരീക്ഷിക്കാനുള്ള കഴിവ്, ഇങ്ങനെയൊക്കെ പലതുമുണ്ട്. ഇനി അതേപോലെ തന്നെ ചില സ്വഭാവങ്ങൾ, പ്രഭാവങ്ങൾ ആയിട്ട് കാണാം. സമുദ്രം, നദികളൊക്കെ എന്ന പോലെ സദാ സജ്ജനങ്ങളൊക്കെ ആശ്രയം രാമനെ ആശ്രയിക്കാം. അങ്ങനെയാണ്. ഇപ്പോൾ രാമൻ, നമുക്കിപ്പോൾ ഇവിടെ രാമൻ രാജാവായിട്ടില്ലല്ലോ, പക്ഷെ എല്ലാവരുടെ മനസ്സിലും രാമനുണ്ട്. എല്ലാവരുടെ മനസ്സിലുണ്ട്. അങ്ങനെയാണ്. രാമനെക്കുറിച്ച് കേൾക്കാത്തവരെ, കൃഷ്ണനെക്കുറിച്ച് കേൾക്കാത്തവരുണ്ടാവില്ല. അതേപോലെ പ്രിയദർശനനാണ് എന്ന് സാരം. എപ്പോഴും പ്രിയം ആയിട്ട് എല്ലാവരെയും കാണും. ശത്രു ആയാലും ശരി, കൈകേയി ആയാലും ശരി, പ്രിയാണ്. അതാണ് പ്രേമഭക്തി ഇഷ്ടപ്പെടുന്നയാളാണ്. പ്രേമഭക്തിക്ക് വയസ്സില്ല, ലിംഗമില്ല, ഒന്നുമില്ല. അതാണ് പ്രേമഭക്തി. ചെറിയ പിഞ്ചു കുട്ടികൾ മുതൽ രാമനെ പ്രേമഭക്തിയോട് കൂടിയിട്ട്, മുതുമുത്തശ്ശിയായിട്ടുള്ള ആ ആൾക്കും പ്രേമഭക്തി തന്നെയാണ്. മുത്തശ്ശനായാലും അത് പ്രേമഭക്തി തന്നെയാണ്. അതുപോലെ അച്ഛൻ, മകൻ, പേരക്കുട്ടൻ, ഇങ്ങനെയുള്ള വ്യത്യാസങ്ങളൊന്നുമില്ല. എല്ലാവർക്കും പ്രേമഭക്തിയാണ് രാമനോട് എന്ന് സാരം. അതേപോലെ തന്നെ അതിസൗന്ദര്യം, വിഷ്ണുവിൻ്റെ സാദൃശ്യം, വിഷ്ണു തന്നെയാണല്ലോ. പിന്നെ ക്രോധം വന്നു കഴിഞ്ഞാൽ പ്രളയകാലാഗ്നി തുല്യം. അങ്ങനെയാണ്. സർവ്വം നശിപ്പിക്കുന്ന സാരം. ക്ഷമയിൽ ഭൂമിയെ പോലെ, ദാനത്തിൽ കുബേര തുല്യത, സത്യത്തിൽ മറ്റൊരു ധർമ്മദേവൻ എന്നാണ്. ധർമ്മത്തിൻ്റെ 4 പാദങ്ങളാണ്. അത് തപസ്, ശുദ്ധി, ദയ, സത്യം എന്നാണ്. അത് 4 ഈ രാമനിൽ മാത്രമേ ഉള്ളൂ. രാമോ വിഗ്രഹവാൻ ധർമ്മ എന്നാണ്. അപ്പോൾ അത്രയും ഈ ഗുണാതീത സ്വഭാവമുള്ള ദശരഥൻ്റെ പുത്രനായിട്ടുള്ള ശ്രീരാമൻ പ്രജാഹിതമനുസരിച്ച് അവരുടെ പ്രിയത്തെ വർദ്ധിപ്പിക്കുന്ന രീതിയിൽ പലതും ദേവന്മാരിൽ നിന്നും വാങ്ങിക്കൊടുത്ത് രാമരാജ്യം ഭരിച്ചു. രാജാവായിട്ട്, യുവരാജാവായിട്ട് അഭിഷേകം ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു. അപ്പോൾ രാമൻ 11 വയസ്സോ 12 വയസ്സോ എന്താ വെച്ചാൽ ആ സമയത്ത്, അതല്ലെങ്കിൽ 12, 4, 16 എന്ന് കൂട്ടുക, ആ സമയത്താവാം. വയസ്സിനെ സംബന്ധിച്ച് അത്ര കാര്യമായിട്ട് എടുക്കണ്ട.
കാരണം അത് കൂട്ടി യോജിപ്പിക്കാൻ നമുക്ക് പ്രയാസമാണ്. 11,000 വർഷം രാജ്യം ഭരിച്ചു എന്നാണ്. അപ്പോൾ ഈ 12 വയസ്സും 16 വയസ്സൊന്നും അവിടെ ശരിയാവില്ല. അതൊക്കെ ചില കാര്യങ്ങൾ അതങ്ങനെയാണെന്ന് കണക്കാക്കുക. അതിൽ കൂടുതൽ അങ്ങോട്ട് ചിന്തിക്കണ്ട. നമ്മൾ ആദ്യം മനുഷ്യനാവുക, എന്നിട്ട് ഈശ്വരനാണ് രാമൻ, അതിനനുസരിച്ച് കാണാം. നമ്മുടെ ലഘുത്വവും രാമൻ്റെ മഹത്വവും മനസ്സിലാക്കുക. അപ്പം ഈ സംശയങ്ങളോ ഈ ചീത്ത കുതർക്കങ്ങളോ ഒന്നും ഉണ്ടാവില്ല. അപ്പം കുതർക്കം വരാത്ത രീതിയിൽ നമ്മളൊന്ന് മനസ്സിരുത്തണം എന്ന് സാരം. ഇത്രയേ ഉള്ളൂ. അങ്ങനെ അഭിഷേകം ചെയ്യാൻ വേണ്ടിയിട്ട്, യുവരാജാവായിട്ട് അഭിഷേകം ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന സമയത്താണ് കൈകേയി പുത്രന്മാരായിട്ടുള്ള ഈ ഭരതനും ശത്രുഘ്നനും അവിടെ ഇല്ല. ഇപ്പം അതിൻ്റെ മുന്നേ നടന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, അതിവിടെ സൂചിപ്പിച്ചിട്ടില്ല. അതാണ് അതായത് വിശ്വാമിത്രൻ ഈ വിദ്യാഭ്യാസം കഴിഞ്ഞു എന്ന് കേട്ട് കഴിഞ്ഞപ്പോൾ ശ്രീരാമനെയും ലക്ഷ്മണനെയും കൂടിയിട്ട് കൊണ്ടുപോകാനായിട്ട് വന്നപ്പോൾ ദശരഥൻ തടുത്തു. പക്ഷേ വസിഷ്ഠൻ കുലഗുരു പറഞ്ഞിട്ട് പിന്നെ പറഞ്ഞയച്ചു. താടകയെ വധിച്ചു, സുബാഹുവിനെ വധിക്കുകയും ചെയ്തു, മാരീചനെ കടലിടുകയും ചെയ്തു 100 യോജന. എന്നിട്ട് യാഗം പൂർത്തിയാക്കി. ആ സമയത്ത് അനവധി വിദ്യകളും മറ്റു പല കാര്യങ്ങളും വിശ്വാമിത്രൻ കൊടുത്തു. അതിനുശേഷം മിഥിലയിൽ പോയിട്ട് വില്ല് ശിവധനുസ് ഒടിച്ച് സീതയെ വിവാഹം കഴിച്ചു. ഒപ്പം രാമലക്ഷ്മണ ഭരത ശത്രുഘ്നന്മാരെ, ആ മിഥില രാജകുമാരിമാരെ 4 പേരെയും വിവാഹം കഴിച്ചു. സീത ഭൂമിയിൽ നിന്നും കിട്ടിയ ഭൂമിപുത്രി, ജനകരാജാവിൻ്റെ സുനയനയുടെയും പുത്രിയായിട്ടുള്ള ഊർമിള, അത് ലക്ഷ്മണൻ്റെ ഭാര്യ. പിന്നെ 2 കുട്ടികൾ, മാണ്ഡവി സുതകീർത്തി, അത് ഭരതൻ്റെയും ശത്രുഘ്നൻ്റെയും ഭാര്യമാരായിട്ട് തീർന്നു. ഇവരെല്ലാവർക്കും ഈ 2 കുട്ടികളാണ്. അത് ഒടുക്കേ ഉണ്ടാവുള്ളൂ. അങ്ങനെയാണ്. അപ്പോൾ 12 വർഷം പിന്നെ അയോധ്യയിൽ സുഖമായിട്ട് ജീവിച്ചു എന്നാണ്. വധൂവരന്മാർ ഈ മിഥിലയിൽ നിന്ന് അയോധ്യയിലേക്ക് പോണ വഴിക്ക് പരശുരാമനെ കാണുന്നു. വിഷ്ണു തേജസ് ശ്രീരാമന് നൽകിക്കൊണ്ട് പരശുരാമൻ മന്ദിരഗിരിയിൽ തപസ്സിന് പോകണം. അതെല്ലാം അവിടെ കഥയിലെ വിസ്താരം. അങ്ങനെ 12 വർഷം കഴിഞ്ഞപ്പോഴാണ് ഈ അമ്മാത്തേക്ക് പോയത് ഭരതൻ. രാജ്യം എങ്ങനെ ഭരിക്കണം എന്നുള്ളത് പഠിക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. അപ്പോഴേക്കും ഇവിടെ യോഗവാസിഷ്ടം, ജ്ഞാനവാസിഷ്ടം ഇതൊക്കെ വിദ്യാഭ്യാസം കഴിഞ്ഞിട്ടുണ്ട്. പരീക്ഷാദികളെല്ലാം കഴിഞ്ഞു. അപ്പം അങ്ങനെയുള്ള സമയത്താണ് ഈ അഭിഷേകം ചെയ്യാൻ വേണ്ടിയിട്ട് നിശ്ചയിക്കുന്ന സമയത്ത് കൈകേയിയുടെ പുത്രന്മാർ അവിടെ ഉണ്ടാകുന്നില്ല. കൈകേയിയുടെ പുത്രൻ ഭരതനും ഉണ്ടാകുന്നില്ല, സുമിത്രയുടെ പുത്രൻ ശത്രുഘ്നനും ഉണ്ടാകുന്നില്ല. 2 പേരും കേകൈ രാജ്യത്തിലേക്ക് പോയിരുന്നു. ആ സമയത്ത് ശ്രീരാമനെ അഭിഷേകം ചെയ്യാൻ വേണ്ടി നിശ്ചയിച്ചു കഴിഞ്ഞപ്പോൾ ദശരഥന് ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട്. പണ്ട് കൈകേയിക്ക് 2 വരം കൊടുക്കാം എന്ന് പറയപ്പെട്ടു. ഒരിക്കൽ ദേവാസുര യുദ്ധ സമയത്ത് ഈ രഥത്തിൻ്റെ ചക്രത്തിൻ്റെ ആണി പോയി കഴിഞ്ഞപ്പോൾ കൈകേയി രഥത്തിലുണ്ടായിരുന്നു. രഥത്തിൻ്റെ ആണി ഇടേണ്ട സ്ഥലത്ത് ചെറുവിരലിട്ടിട്ട് യുദ്ധം കഴിയണവരെ വേദന സഹിച്ചും കൊണ്ട് യുദ്ധത്തെ ജയിപ്പിച്ചു. അപ്പോഴാണ് എന്താ വരം വേണ്ടത് ചോദിച്ചു. ഇപ്പോൾ വരം വേണ്ട, പിന്നെ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ആ 2 വരം ഇപ്പം വാങ്ങി. എന്താ വാങ്ങിയത്? രാമൻ 14 കൊല്ലം കാട്ടിൽ പോകണം, ഭരതനെ രാജാവാക്കണം. ഇത് കേട്ടതോട് കൂടിയിട്ട് വല്ലാത്ത വിഷമായി. ഇതൊരു ബദ്ധത ആയി. അപ്പോൾ അത് കാരണം എന്താ വേണ്ട മനസ്സിലാണ്ടായി. രാമനെ കാട്ടിലേക്ക് പറഞ്ഞേക്കല്ലാണ് നിവർത്തിയില്ലാണ്ടായി. അത് ചെയ്തു. അച്ഛൻ്റെ നിർദ്ദേശം അനുസരിച്ച് കൈകേയിയുടെ ഇഷ്ടം രാമൻ നടപ്പാക്കി. പ്രതിജ്ഞാപാലനം അത് ചെയ്തു. അപ്പോൾ സുമിത്രാനന്ദനായിട്ടുള്ള ഈ രാമപ്രിയനായിട്ടുള്ള വിനയസമ്പന്നനായിട്ടുള്ള സഹോദരനായിട്ടുള്ള ലക്ഷ്മണനും സ്നേഹം മൂലം രാമനെ അനുഗമിച്ചു. അതേപോലെ രാമൻ്റെ പ്രിയപ്പെട്ടതായിട്ടുള്ള ഭാര്യ പ്രണയസമ ആണ്, പ്രാണസമ ആണ്. അങ്ങനെയില്ല, അനവധി ഉണ്ട് വിശേഷങ്ങൾ. രാമൻ്റെ നിഴലാണെന്ന് സാരം, അല്ലെങ്കിൽ രാമൻ്റെ പ്രാണനാണ്. ഹിതകാരിണിയാണ്. ജനകൻ്റെ കുലത്തിൽ ജനിച്ചു ദേവമായ എന്നതിലേക്ക്
സൃഷ്ടിച്ചതായിട്ടുള്ള ഒരു മനുഷ്യ സ്ത്രീയാണോ എന്ന് ചോദിച്ചാൽ പറയാൻ നിർത്തിയില്ല, ദേവതയാണ്. സർവ്വലക്ഷണ സമ്പന്നയായിട്ടുള്ള നാരികളിൽ ഉത്തമയായിട്ടുള്ള ആ സീത ചന്ദ്രനെ രോഹിണി എന്ന പോലെ രാമനെ അനുഗമിച്ചു. കുറേ ദൂരം ഈ ജനങ്ങളും കൂടെ പോന്നു. പിന്നെ നിഷാദാധിപതിയായിട്ടുള്ള ഗുഹനെ ഗംഗാതീരത്ത് വെച്ച് കണ്ടുമുട്ടി ശൃംഗവേരപുരത്തിൽ അവിടെ ചെന്ന് കൂടി. അപ്പോൾ തേരാളിയെ രാത്രി തിരിച്ചയച്ചു. സുമന്ത്രൻ തന്നെയാണെന്ന് പറയപ്പെടുന്നു. ഏതായാലും ശൃംഗവേരപുരത്ത് നിന്ന് രാമനും ലക്ഷ്മണനും സീതയും കൂടിയിട്ട് ഗുഹൻ്റെ സഹായത്തോടു കൂടിയിട്ട് പുഴകൾ ഓരോന്നോരോന്നായിട്ട് കടന്നത് ഗംഗ കൂടി കടന്ന് ചിത്രകൂടത്തിലെത്തി. കുറേ പുഴകൾ കടന്നു എന്ന് പറയുന്നുണ്ട്. ഉൾക്കാടുകളിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഭരദ്വാജ ആശ്രമത്തിലെത്തി. ഈ ഭൃഗു ഗോത്രത്തിൽപ്പെട്ടതാണ്. ഭരദ്വാജ ആശ്രമം വളരെ ഗംഭീരമാണ്. അവിടെ ചെന്ന് ചില നിർദ്ദേശങ്ങളൊക്കെ അനുസരിച്ച് പർണശാലയൊക്കെ നിർമ്മിച്ച് അവിടെ ദേവഗന്ധർവാദികളെ പോലെ സുഖമായിട്ട് വസിച്ചു. രാമൻ ചിത്രകൂടത്തിലെത്തി. ആ സമയത്ത് ഇവിടെ ദശരഥൻ പുത്ര വിയോഗം സഹിക്കാൻ വയ്യാതെ കണ്ട് സ്വർഗം പോയി. അപ്പോൾ അതിനും കുറേ കാര്യങ്ങളൊക്കെ സ്വതേ പറഞ്ഞു. എനിക്കൊരു ശാപം കിട്ടിയിട്ടുണ്ട്. ഒരു വൈശ്യൻ, അന്ധനായിട്ടുള്ള വൈശ്യൻ, അന്ധയായിട്ടുള്ള വൈശ്യൻ്റെ പത്നി, അവർക്ക് ഒരു ഉണ്ണി ഉണ്ടായിരുന്നുള്ളൂ. ആ ഉണ്ണി വെള്ളം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് രാത്രി നദിയിലേക്ക് പോയി. അപ്പോൾ ഞാൻ അതിൻ്റെ അടുത്തുണ്ടായിരുന്നു. നായാട്ട് സമയം. ഈ കുടം വെള്ളത്തിൽ മുങ്ങണ് കേട്ടപ്പോൾ ആ സമയത്ത് ശബ്ദം ഉണ്ടായി. അത് ആന വെള്ളം കുടിക്കണ പോലെ എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ അമ്പ ചെയ്തു, ശബ്ദവേധ ശരം. അപ്പോൾ അതുകൊണ്ട് അത് ആ ഉണ്ണിയുടെ മേൽ കൊണ്ടു. ഉണ്ണി മരിച്ചു. അപ്പോൾ ഉണ്ണി മരിക്കുന്നതിൻ്റെ മുന്നേ ആയിട്ട് ആ വെള്ളം അച്ഛനമ്മമാർക്ക് കൊടുക്കാനും അവരുടെ ശാപം മേടിക്കണ്ട എന്നും പ്രത്യേകം പറഞ്ഞു. വെള്ളം കൊണ്ട് അവിടെ പോയി. പക്ഷേ ഈ ഉണ്ണി മരിച്ചു. അപ്പോൾ വെള്ളം കൊടുത്തപ്പോൾ ഞാൻ ഉണ്ണിയല്ല രാജാവാണ് എന്ന് പറഞ്ഞപ്പോൾ അങ്ങേക്കും ഇതേപോലെ പുത്രദുഃഖം ഉണ്ടാവട്ടെ, എന്നിട്ട് മരിക്കട്ടെ എന്ന് ശപിച്ചു അവർ. അപ്പോൾ പുത്രന്മാരില്ല ആ സമയത്ത്. 50,000 വർഷമൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അത്രയും ആയുസ്സുണ്ട് ദശരഥന്. അപ്പോൾ അതുകൊണ്ട് ഇനി എങ്ങനെയാണ് പുത്രന്മാരുണ്ടാവുകയെന്ന് അറിയില്ല. എന്തായാലും വിധിഫലം ഏതായാലും അതൊക്കെ സംഭവിച്ചു. രാമനും ലക്ഷ്മണനും ഭരതനും ശത്രുഘ്നനും ഉണ്ടായതായപ്പോൾ വിദ്യാഭ്യാസം കഴിഞ്ഞ് അവർ കാട്ടിലേക്ക് പോയി. എനിക്കിപ്പോൾ ആ വിയോഗം സഹിക്കാൻ പറ്റുന്നില്ല, ഞാൻ ഇപ്പോൾ ഹൃദയം പൊട്ടി മരിക്കും എന്നെല്ലാം പറഞ്ഞു. അങ്ങനെ മരിച്ചു. അപ്പോൾ വസിഷ്ഠൻ ഈ ഭരതനെയും ശത്രുഘ്നെയും കൊണ്ടുവന്ന് ഭരതനോട് രാജാവാകാൻ വേണ്ടി പറഞ്ഞു. കൂട്ടാക്കിയില്ല. അപ്പോൾ എല്ലാവരും കൂടിയിട്ട് രാമൻ്റെ അടുത്തെത്തി. രാമനോട് ഭരതൻ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു. വസിഷ്ഠൻ ഈ രാമൻ്റെ അവതാര ഉദ്ദേശവും കാനനത്തിലേക്ക് പോകേണ്ടതായിട്ടുള്ള കാര്യങ്ങളെയൊക്കെ വിസ്തരിച്ച് പറഞ്ഞു. അങ്ങനെ ഭരതനെ തിരിച്ച് അയച്ചു. ഭരതൻ ഇവിടെ നന്ദി ഗ്രാമത്തിൽ ശ്രീരാമൻ എങ്ങനെയാണോ വനത്തിൽ കഴിഞ്ഞിരുന്നത്, മരവുരിയെ കൊടുത്ത് വനവാസിയെ പോലെ, അങ്ങനെ ഭരതൻ വസിച്ചു. കാട്ടിലേക്ക് ഈ ശ്രീരാമൻ പോവുകയും ചെയ്തു. ചിത്രകൂടത്തിൽ അധികം നിന്നില്ല. കാരണം ജനങ്ങൾ വരാൻ സാധ്യതയുണ്ടെന്ന് കണക്കാക്കിക്കൊണ്ട് അവിടുന്ന് കൊടുങ്കാട്ടിലേക്ക് പോയി എന്നാണ്. അപ്പോൾ ആ രംഗങ്ങളാണ് ഇനി നമുക്ക് പറയാനുള്ളത്. അത് നാളെ പറയാം. സർവത്ര ശ്രീരാമനാമകീർത്തനം ജയ ജയ രാമ രാമ. ഇപ്പോൾ ഭാഗം 1 നമ്മൾ ഒരു 10-38 ശ്ലോകങ്ങളാണ് ഇപ്പോൾ പറഞ്ഞത്. നമുക്കത് ക്രമേണയായിട്ട് കഥ ഇങ്ങനെ പറഞ്ഞു പോവാം. അപ്പോൾ ഇതിപ്പോൾ ഡോക്ടർ എം ലീലാവതി മാഡം എഴുതിയതായിട്ടുള്ള പരിഭാഷയെ നോക്കിയിട്ടാണ് പറയണത്. പിന്നെ ഗീതാ പ്രസ് ഖൊരഗ്പൂർ ഒരു വ്യാഖ്യാനം ഉണ്ട്, അതും നോക്കിയിട്ട് പറയണു. അങ്ങനെ പറ്റാവുന്ന രീതിയിലൊക്കെ പിന്നെ ഞാൻ രാമായണം എഴുതിയിട്ടുണ്ട്. അധ്യാത്മരാമായണം ബാലഭാഷിതം എന്ന പേരിൽ രാമായണ സപ്താഹങ്ങളൊക്കെ നടത്താറുണ്ട്. രാമായണ സ്വതേ 9 ദിവസം കൊണ്ടാണ് വാൽമീകി രാമായണം നടത്തേണ്ടത്. 24,000 ശ്ലോകം ഉണ്ടായതുകൊണ്ട് എൻ്റെ പറയലൊക്കെ വേണമെച്ചാൽ 11 ദിവസം വേണം. എന്നാൽ തന്നെ ആവുമോ നിശ്ചയില്ല. അങ്ങനെയാണ്. 11-12 ദിവസമൊക്കെ ആവാം. എന്നാൽ കഷ്ടിച്ച് എന്തെങ്കിലുമൊക്കെ പറയാം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഏതായാലും നമുക്ക് ക്രമേണയായിട്ട് ഇത് കഥ ഇങ്ങനെ പറഞ്ഞു പോവാം. അതെല്ലാവരും കേൾക്കുക, ഷെയർ ചെയ്യുക. സർവത്ര ശ്രീരാമനാമകീർത്തനം ജയ ജയ രാമ രാമ. ഇപ്പോൾ മുഴുവൻ കഥ കേൾക്കാൻ വേണ്ടി വാൽമീകി രാമായണത്തിലെ മുഴുവൻ കഥയും കേൾക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും തയ്യാറാവണമെന്ന് വിനീതമായിട്ട് പ്രാർത്ഥിക്കണം. ശ്രീഹരേ ഗുരുവായൂരപ്പ നാരായണ.